ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ആൻഡ് ഫിഷിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഫ്ലൈ ഫിഷിംഗ് റോഡ് ഫുൾ സെറ്റ് നമ്മൾ ഓർമ്മ മേടിച്ചിട്ടുണ്ട് പൈനിയറിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പുഴയിലേക്ക് പോയി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ ഫിഷിംഗ് ഹബ്ബ് ജിബിൻ്റെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഇത് പൈനിയർ എന്നുള്ള ബ്രാൻഡാണ് മേടിച്ചേക്കണതും. പിന്നെ ഇത് 4100 രൂപയാണ് ഈ ഫുൾ സെറ്റിൻ്റെ റേറ്റ്. ഇത് റോഡ്, റീല്, അതിൻ്റെ ഫ്ലൈ ലൈന്, ഫ്ലൈ ലൂറുകളുണ്ടല്ലോ ചെറുത്, അതുണ്ട്. പിന്നെ അതിൻ്റെ ലീഡറും ഉണ്ട്. ഞാനിത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ നമുക്കിനി നേരെ അൺബോക്സ് ചെയ്യാം. ഇതൊരു ചെറിയൊരു ബാഗിൻ്റെ അകത്തോട്ട് വന്നേക്കണം. ബാഗിലാണ് സംഭവം ഫുൾ സെറ്റ് വന്നേക്കണം. നമുക്കിത് ബാഗ് ഇങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഫ്ലൈ ഫിഷിങ്ങിൻ്റെ ഫുൾ സെറ്റായിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടു നടക്കാം, തൂക്കി പിടിച്ച് പോവാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് എനിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഈ യൂട്യൂബിലെല്ലാം വീഡിയോ എല്ലാം കണ്ട് നമ്മൾ ചെയ്തതാണ്. ആദ്യം തന്നെ നമുക്ക് റോഡ് എടുക്കാം. ഇത് എത്ര പീസാന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 പീസാണ് ഫുള്ള്. 8 പീസ് ഏതാണ്ട് 1 ഫീറ്റ് വെച്ച് 8 അടി റോഡ് വേണം വന്നേക്കണം. അതുപോലെ തന്നെ ഇതിൽ ഒരു മാർക്കിങ്ങും ഉണ്ട്. എത്ര എണ്ണം റോഡിൻ്റെ നമ്പറുണ്ട്, എത്രാമത്തെ പീസാണ് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഓരോ മാർക്കിങ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് 8, 7, ഇത് 6, ഇത് 5, 4, 3, 2, 1. വണ്ണം തീരെ കുറവാട്ടോ. അത് സൂക്ഷിച്ചൊക്കെ പിടിച്ചില്ലെങ്കിൽ ഒടിയും. അതങ്ങ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ റോഡ് സെറ്റായി. റോഡ് സെറ്റായിരിക്കുന്നത് 8 അടി റോഡാണ്. ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. ഇത് നമ്മുടെ സാധാ ഫിഷിംഗ് റോഡ് പോലെയല്ല ഇത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും എൻഡ് സൈഡിലാണ് റെയിൽ സെറ്റ് ചെയ്യണം. നമ്മൾ പിടിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ നേരെ ഇങ്ങനെയാണ് പിടിക്കണത്. ഓക്കെ, നമുക്ക് റെയിൽ തന്നെ നോക്കാം. ബാക്കി എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാം. അത് തിരികട്ടെ. നമ്മൾ ടെറസിൻ്റെ മേളിലാട്ടോ. അതാണ് ഈ വണ്ടികളുടെ സൗണ്ടുകളല്ല. ഇതാണ് ഫ്ലൈ ഫിഷിങ്ങിൻ്റെ റീല്. ഇതാണ് ഫ്ലൈ ഫിഷിങ്ങിൻ്റെ റീല് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് മെറ്റലാണ്, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇതാണ് ഫ്ലൈ ലൈൻ. ഇതൊരു റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഉള്ളിൽ നൈലോണും ഇതിന് പുറത്തൊരു റബ്ബറാണ്. ഫ്ലൈ ലൈൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലൈ ഫിഷിങ്ങിൻ്റെ റീൽ ബോക്സ്, ഇത് ഫ്ലൈ ബോക്സ് വരുന്നുണ്ട് ലൂറുകൾ ഇടാനുള്ള. ഇതാണ് ഫ്ലൈ ലൈൻ. ഇത് ലീഡർ ലൈൻ. ഇത് അതിൻ്റെ ലീഡർ ലൈനാണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാ ടങ്കീസ് അല്ല,
ഇത് ഫ്ലൂറോ കാർബണിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് വണ്ണം കൂടിയിട്ട് മറ്റേ എൻഡ് വരുമ്പോഴേക്കും വണ്ണം കുറവുള്ളൊരു ലൈനാണിത്. ഇതൊരു റയർ സാധനമാണിത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ നിറയ്ക്കുമ്പോൾ ഒരുപാട് ബാലൻസ്, നമുക്ക് ഒരുപാട് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. പിന്നെ മീൻ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഡ്രാഗ് ഇട്ട് വിടാനായിട്ട് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ലൈൻ എക്സ്ട്രാ ചെയ്ത് അത് കയറ്റാം. ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ലൈൻ കയറ്റുവാണ്. ഇതുണ്ടോ, ഇതാണ് ആ ഫ്ലൈ ലൈൻ. ഇതൊരു റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നൈലോൺ പോലെ എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തിലേക്ക് കെട്ടാം. ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ സൈഡാണ് നമുക്ക് റീലിലേക്ക് കെട്ടേണ്ടത്. ഈ സൈക്കിൾ റീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതാണ് ഇതിലേക്ക് സെറ്റായി. അപ്പോൾ നമ്മൾ ലൈനെല്ലാം കയറ്റി ഇനി അത് നേരെ പുഴയിൽ പോയി നോക്കാം. പീസാക്കി ഇത് മൊത്തം പീസാക്കി നമുക്ക് കൊണ്ടാടക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇനി ഈ റോഡും റെയിലും എല്ലാം ആയിട്ട് ഫ്ലൈ ഫിഷിങ്ങിന് നേരെ പോവാം. നമുക്ക് നേരെ പുഴയിലേക്ക് പോവാം. പുഴയിൽ പോയി നമുക്ക് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇനി പുഴയിലേക്ക് പോവാം. നമ്മൾ ലൈനെല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്രയുള്ളൊരു ബാഗിൽ സെറ്റായി. അപ്പോൾ നേരെ ഇനി ഫിഷിങ്ങിന് നേരെ പോവാം. നമ്മുടെ പുഴയിലേക്കാണ് പോണേ. അപ്പോൾ നേരെ പുഴയിൽ പോയി കാണാം.